നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഖൈറാണോ ഷർറാണോ എന്നറിയാം. എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ ഒരു ഭയമാണ്. ഇതെങ്ങാനും എന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റാഹത്തായി കിട്ടും. ഞാൻ തുടങ്ങുന്ന സംരംഭങ്ങളിൽ വിജയം ഉണ്ടാവും. ഈ ഒരു അമല് ചെയ്തു, എനിക്ക് വലിയ റാഹത്തുണ്ടായി, എനിക്കത് ഖൈറായി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തമിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്, ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ്, ഇത്തരം വിഷമങ്ങൾ പറഞ്ഞ് എന്നെ സമീപിക്കാറുണ്ട്. തങ്ങളെ, എനിക്കൊരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, എനിക്ക് കാര്യങ്ങൾ തുടങ്ങണമെന്നുണ്ട്, എനിക്കൊരു ഭയമാണ്, ഉൾഭയമാണ്. ഞാനെങ്ങാനും ആ കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് എന്നിൽ ഷർറായി മാറുമോ, അതെനിക്ക് വലിയ നഷ്ടത്തിലേക്ക് എത്തുമോ? ഞാൻ ഇന്നാലിൻ്റെ ഒരു കാര്യം തുടങ്ങട്ടെ, അതെനിക്ക് ഹൈറാകുമോ എന്നുള്ള സംശയങ്ങളുമായിട്ട് എന്നെ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്നാലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് വിജയം ഉണ്ടാവണം, എനിക്കതിൽ വലിയ റാഹത്തുണ്ടാകണം, തുടങ്ങുന്ന കാര്യങ്ങളിൽ എനിക്ക് റാഹത്തുണ്ടാവാൻ, അത് വിജയമാവാൻ, അത് വിജയമാവുമെന്ന് നീ മുൻകൂട്ടി അറിയാൻ ഒരു അമല് ഞാൻ പഠിപ്പിച്ചു തരട്ടെ, ഒരു അമല് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കിയിട്ട് ആ സംരംഭത്തിലേക്ക് നീ ഇറങ്ങി, നീ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നീ ഇറങ്ങി, നിനക്ക് വിജയം ഉറപ്പാണ്, വിജയം ഉറപ്പാണ്. ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ്. നീ ഏത് കാര്യം തുടങ്ങാൻ ഉദ്ദേശിച്ചാലും ഈ അമല് ചെയ്ത് നിനക്ക് മനാമിൽ അറിയിച്ചു തരും, ഇത് ഹൈറാണോ ഷർറാണോ എന്ന്. അങ്ങനെ ഒരു അമല് ഞാൻ പറഞ്ഞു തരട്ടെ. സ്വപ്നത്തിൽ നീ അറിയും, നീ തുടങ്ങാനിരിക്കുന്ന സംരംഭം, നീ ചെയ്യാനിരിക്കുന്ന കാര്യം നിനക്ക് ഷർറാണെങ്കിൽ ഷർറാണെങ്കിൽ ഷർറാണെന്നും ഹൈറാണെങ്കിൽ ഹൈറാണെന്നും നീ അറിയും. അതിന് പറ്റിയൊരു അമല് പറഞ്ഞു തരട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അമല് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ച ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നിങ്ങളുമായി ബന്ധപ്പെടുന്നവർ, തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പൈശാചികമായിട്ടുള്ള ഷെറുകളിലാണ്, സിഹർ സംബന്ധമായ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വലിയ തടസ്സത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണ്. എൻ്റെ ബിസിനസ് വലിയ നട്ടത്തിലാണ്, എൻ്റെ കച്ചവടം വലിയ പരാജയത്തിലാണ് എന്ന് പറഞ്ഞ് സമീപിക്കുന്നവരുണ്ട്. തങ്ങൾ പറയുന്ന അമലുകളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്, അത് വലിയ റിസൾട്ട് ലഭിച്ചു, ഒന്ന് നേരിട്ട് വന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞ് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവിനെ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ മനസ്സമാധാനവും ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹു. ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള വിജയം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ അമല് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു കാരുണ്യം. നിങ്ങൾക്ക് വേണ്ട ഒരു കാരുണ്യം എടുക്കണ്ട. നീ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പായി വുളൂ എടുക്കുക. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം, ഖളാഉൽ ഹാജത്ത്, ആവശ്യ നിർവഹണത്തിന്റെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുക. ഒറ്റ ദിവസം ചെയ്താൽ മതി, ഒരു ദിവസം ചെയ്താൽ മതി. 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ ആവശ്യ നിർവഹണത്തിനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ശുദ്ധിയുള്ള വിരിപ്പിൽ നീ ഇരിക്കുക. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 3 നാരിയത്തു സ്വലാത്ത് എല്ലാവർക്കും അറിയില്ലേ? നാരിയത്തു സ്വലാത്ത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ നാരിയത്തു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിയതിന് ശേഷം 3 പ്രാവശ്യം 3 നാരിയത്തു സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ 10 പ്രാവശ്യം, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം ഓതി, പിന്നെയും ഒരു 3 നാരിയത്തു സ്വലാത്ത്, ആദ്യം 3 നാരിയത്തു സ്വലാത്ത്, അവസാനത്തിലും 3 നാരിയത്തു സ്വലാത്ത് ചൊല്ലി വലതു ഭാഗത്തേക്ക് മുഖം തിരിച്ച് കിടക്കുക. ഒരേ കെടുത്തം കിടന്നാൽ മനാമിൽ നീ ഉദ്ദേശിക്കുന്ന കാര്യം, എനിക്ക് വലിയൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, അത് പരാജയമാവും. എനിക്കൊരു സംരംഭത്തിൽ ഷെയർ ഇടുന്നുണ്ട്, അത് ഞാൻ നഷ്ടത്തിലാവും, ഞാൻ ചതിയിൽ പെട്ടുപോകുമോ? എനിക്കൊരു ഭൂമി വിൽക്കണമെന്നുണ്ട്,
അത് ഞാൻ ചതിയിലാണോ, ഞാൻ ചതിക്കപ്പെടുകയാണോ, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായൊരു കച്ചവടം തുടങ്ങണമെന്നുണ്ട്, അത് പരാജയപ്പെടും, അല്ല എൻ്റെ മകളെ ഒരാൾക്ക് കൈയേൽപ്പിക്കണമെന്നുണ്ട്, വിവാഹം ചെയ്യണമെന്നുണ്ട്, മകൾക്ക് വലിയ പ്രയാസത്തിലാവോ? നീ ഉദ്ദേശിക്കുന്ന കാര്യം എന്തുമാകട്ടെ അത് ഹൈറാണോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ അമൽ ചെയ്താൽ മനാമിൽ അല്ലാഹു നിനക്ക് കാണിച്ചു തരും. ഈ അമൽ ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതാണ് നിങ്ങളെ. ഈ അമൽ ചെയ്യാൻ ചെയ്യേണ്ടത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഖളാഉൽ ഹജ്ജത്തിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, നല്ല വിരിപ്പിൽ ഇരുന്ന് 3 നാരിയത്തു സ്വലാത്ത്, 10 സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം, പിന്നീട് ഒരു 3 നാരിയത്തു സ്വലാത്ത് ചൊല്ലി വലതുഭാഗത്തേക്ക് മുഖം തിരിച്ച് കിടന്നാൽ നിനക്ക് മനാമിൽ അറിയാൻ കഴിയും. നീ ചെയ്യുന്ന കാര്യം ഖൈറിലാകും, വലിയ വിജയത്തിലാകും. നിനക്ക് വലിയ വിജയങ്ങളും വലിയ സൗഭാഗ്യങ്ങളും ഈ അമൽ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇനി നീ എന്ത് തുടങ്ങാനിരിക്കുകയാണെങ്കിലും ഈ അമൽ ചെയ്തു തുടങ്ങും. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.